என் வைகை நதியே மாய சிறகே தேடும் பதில் சொல்வாയോ ജാമക്കിളിയേ. എനിക്ക് മറ്റേതൊന്നും വന്നില്ലെങ്കിലും ഇതൊന്നും വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ച പാട്ടാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര പേടി. മമ്മൂക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ മൊത്തം പറഞ്ഞില്ല. മമ്മൂക്ക എന്ന് പറയുമ്പോഴേക്കും മമ്മൂക്ക ഇങ്ങനെ കാണിച്ചു. എൻ കാരിരുൾ നീങ്കിട അരുകിനിൽ വന്ന പെണ്ണിലാവേ പുതുകഥയാ വെറും കനവാ യാർ നീ ആരോ കൂറടി. ഈ ഇറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ നമുക്ക് ഇങ്ങനെ കാണിച്ചു. നമുക്ക് ഇങ്ങനെ അടുത്ത് വിളിച്ചു. അടുത്ത് വിളിച്ചിട്ട് കൈ തന്നിട്ട് ഇങ്ങനെ കാണിച്ചു. എനിക്ക് എൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ചിത്രേച്ച അതിൽ ആ ഒരു ഹമ്മിങ് പാടും. എനിക്ക് അങ്ങനെ ഒരു ഹമ്മിങ് ഉണ്ട് ചിത്രേച്ച. അത് പാടുന്ന സമയത്ത് ഞാനിങ്ങനെ അയ്യോ. അന്തിമാലൈ കാറ്റ് കനവിനിൽ കാതൽ ഗീതം പാടും ഏനോ വണ്ണ ரோஜா பூக்கள் யாவும் வாசம் வீசும் ஏனோ அன்பே உந்தன் ஞாபகம் நெஞ்சை அள்ளிப் போனதோ வாழ்வோ இந்த வாழ்வே சாவோ தாங்கா തുമ്പം തീരാതോ. കളങ്കാവൽ മൂവി വളരെയധികം ഒരു ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മൂവിയിലെ നമ്മുടെ മമ്മൂക്കയുടെ ആക്ടിങ് വളരെയധികം എന്താ പറയുക ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലെ പാട്ടുകൾക്കും. ആ ഒരു പാട്ടിൻ്റെ ഒരു രസമൊക്കെ നമുക്ക് തന്നിട്ടുള്ള സിംഗറാണ്, മെയിൽ സിംഗർ ഇപ്പം എൻ്റെ കൂടെയുണ്ട്, ശ്രീരാഗ് ഭരതൻ. ശ്രീരാഗ്, വെൽക്കം ടു ക്ലബ് ഓഫ് എം. താങ്ക് യു. അപ്പോൾ പാടിയ ഒരു സിനിമ ഇങ്ങനെ ഹിറ്റായി നിൽക്കുന്ന ഒരു ഫീല് ഫസ്റ്റ് ടൈം അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് ആ ഒരു ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും അപ്രീസിയേഷൻ ഒക്കെ തരുന്നു? ഭയങ്കര സന്തോഷം. അതായത് ഹിറ്റായി നിൽക്കുന്ന മാത്രമല്ല, ഞാൻ പാടിയ ഫസ്റ്റ് പടമാണ്. അതെ. അപ്പോൾ അത് ഹിറ്റും കൂടെ ആകുമ്പോൾ ഇരട്ടി മധുരം. അതെ അതെ. പിന്നെ മമ്മൂക്ക വില്ലനായി വരുന്നൊരു പടം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്പെഷ്യലായി തോന്നുന്നു. ഇത് ഇത്ര ബിഗ് ആയിരുന്നു എന്നുള്ളത് സിനിമയിൽ, ഐ മീൻ ഇതിലേക്ക് പാടുമ്പോൾ അറിയുമായിരുന്നു? അല്ലെങ്കിൽ പടം ഈ സംഭവം ബിഗ് ആണെന്നുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം നമുക്ക് കുറെ നാൾക്ക് ശേഷമുള്ള ഒരു പടമാണല്ലോ. എൻ്റെ മനസ്സിലൊരു സംഭവമുണ്ട്. പിന്നെ എനിക്ക് നമുക്ക് ഇഷ്ടമാണ്, അറിയാം എന്തെങ്കിലും ഒരു പരിപാടി പുള്ളിയുടെ കയ്യിലുണ്ടാവും ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ പിന്നെ ഈ പാട്ടും ട്യൂണൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു സസ്സടിച്ചു. ഇത് നോർമൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും ഇതില്, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ എന്റെ വരുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. കളങ്കാവൽ മൂവിയിൽ അത്രയും വലിയൊരു മൂവിയിലേക്കുള്ള ഒരു സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം. ഇപ്പൊ മുജീബ് മജീദ് നമുക്ക് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു എന്താ പറയാ യങ് ബഞ്ച് ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സിൽ പറയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് മുജീബ് ഇയാളിലേക്ക്, ശ്രീരാഗിലേക്ക് എത്തുന്നത്? എനിക്ക് തോന്നുന്നു മുജീബിക്ക് ഇങ്ങനെ ഈ പഴയ ഒരു ടെക്സ്ചറുള്ള പഴയ പാട്ടുകൾ പാടാൻ പറ്റുന്ന ഒരു ടെക്സ്ചറുള്ള വോയിസ് തപ്പിയപ്പോൾ വിനായക് ശശികുമാർ ലിറിസിസ്റ്റ് വിനായക് ചേട്ടനാണ് മുജീബിക്കോട് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. ഓ അത് ശരി. അങ്ങനെ വിളിച്ചു, ഞാൻ പോയി പാടി. എന്താണ് മൂപ്പരിപ്പത് സാധാരണ ഒരു സിനിമയ്ക്ക് നോർമലായി പാടുന്ന ഒരു പാട്ടല്ല, ഇതിന്റെ ഒരു ബിഹേവിയർ ഡിഫറെന്റ് ആണ്, ഈ പാട്ടിന്റെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ എന്തായിരുന്നു ആദ്യം മുജീബ് തന്നൊരു നോട്ട്? അല്ല, മുജീബൊക്കെ പറഞ്ഞു നമ്മളെ പഴയ SPB സാറൊക്കെ പാടുന്ന, അല്ലെങ്കിൽ പഴയ ലൈക്ക് ആ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് തന്നെ പഴയ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്ന, രാജസാറിന്റെ ഒരു പാട്ട് കേൾക്കുന്ന ഒരു പോലെയാണ്. അത് പാടുന്ന പോലെ അങ്ങ് ഈ എൻ വൈകെ എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. അത് പാടുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 3 പാട്ട് ഇങ്ങനെ പാടിയല്ലോ, അപ്പൊ എനിക്ക് മറ്റേതൊന്നും വന്നില്ലെങ്കിലും ഇതൊന്നും വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ച പാട്ടാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആണ്. അതെ അതെ. ഒരു റെഫറൻസിന് വേണ്ടിയിട്ടെങ്കിലും അക്കാലത്തെ തമിഴ് പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു? അത് ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും സിനിമാ പാട്ടിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തമിഴ് പാട്ടുകളാണ്. എസ്പെഷ്യലി രാജസാറിന്റെ പാട്ടുകളാണ്, രാജസാർ MSVയുടെ പാട്ടുകളാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് അറിയാൻ തോന്നുന്നു വിനായക് ചേട്ടൻ പറയുമ്പോഴൊക്കെ. നമ്മുടെ ഉള്ളിലുണ്ട് സാധനം. ഇതിന്റെ പ്രൊമോഷന്റെ സമയത്ത് ഈ പാട്ട് മമ്മൂക്കയുടെ മുന്നിൽ തന്നെ, ഈ പടത്തിലെ മെയിൻ ആ സ്റ്റാറിന്റെ മുന്നിൽ തന്നെ പാടി.
അദ്ദേഹത്തിന്റെ അടുത്ത് നേരിട്ടൊരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? സംസാരിക്കാൻ പറ്റിയില്ല. കാരണം മമ്മൂക്ക വന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് കയറിന്ന് പാടണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് മൊത്തം മ്യൂസിക് ടീമിനെ വിളിക്കും, മുജീബിക്കും വിനായക് ചേട്ടനൊക്കെ നിൽക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് എന്നാൽ നമുക്കിത് കേൾക്കാം എന്ന് പറയുമ്പോൾ അങ്ങ് പാടി പോന്നാൽ മതിയായിരിക്കും. ഇത് ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു, മമ്മൂക്ക മറ്റേ 21 നായകന്മാരൊക്കെ ആയിട്ട് എൻ്റർ ചെയ്തു. മമ്മൂക്ക കണ്ട ഒരു ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ മമ്മൂക്ക, വിനായകൻ ചേട്ടൻ, ജോഷി സാറ്, സിബി മലയിൽ സാറ്, അങ്ങനെ കുറേ പേര്, പിന്നെ അമൽ നീർ സാറ്, പുള്ളി, അങ്ങനെ കുറേ പേര്, ഇൻഡസ്ട്രിയിലെ കുറേ പേര് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഡയറക്ടർ വന്ന് ഡയറക്ടറിനെ ഇൻവൈറ്റ് ചെയ്ത് പുള്ളി സംസാരിച്ച് പോയതിനു ശേഷം പെട്ടെന്ന് എന്നെ അങ്ങ് വിളിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ മാത്രം ഒറ്റ വിളി, നമുക്ക് മ്യൂസിക് കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റ്സ് വെൽക്കം ശ്രീരാഗ് ഭരതൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ, അതായത് മമ്മൂക്കൊക്കെ ഇരിക്കുന്നു, അതായത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും വിളിച്ചു. പാളി എന്ന് പറഞ്ഞ് ഞാൻ കാലുമ്മലും അടിച്ച് ഞാൻ എണീറ്റ് പോയി നിന്ന്. ഞാൻ നല്ല പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര പേടി, മമ്മൂക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. അങ്ങനെ മൊത്തം പറഞ്ഞില്ല, മമ്മൂക്ക എന്ന് പറയുമ്പോഴേക്കും മമ്മൂക്ക ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് ബാക്കി ഫുൾ കട്ടായി. പുള്ളി ഇങ്ങനെ കാണിച്ചപ്പോൾ എന്തോ ഒരു സാധനം നമ്മൾ പാസ് ചെയ്തല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ കംഫർട്ടബിളായി. പിന്നെ നമ്മൾ സംസാരിച്ച് പാട്ട് പാടി. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ നമുക്ക് ഇങ്ങനെ കാണിച്ചു, നമുക്ക് ഇങ്ങനെ അടുത്ത് വിളിച്ചു. അടുത്ത് വിളിച്ചിട്ട് കൈ തന്നിട്ട് ഇങ്ങനെ സന്തോഷായി. സൂപ്പർ. അയ്യോ, അതൊക്കെ ലൈഫിൽ ഒരു മൊമെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു സിംഗർക്ക് ഫസ്റ്റ് പാട്ടിലൊന്നും ഒരു പക്ഷെ ഇങ്ങനത്തെ ഒരു റെക്കഗ്നീഷൻ കിട്ടില്ല. ഇപ്പൊ ശ്രീരാഗിന് ഫസ്റ്റ് സിനിമ തന്നെ ഒരു ഹ്യൂജ് ഹിറ്റായി. അതിലിങ്ങനത്തെ ഒരു എന്താ പറയാ, ഇത്രയും വലിയൊരു സ്റ്റാറിന്റെ അത് അടിപൊളി പരിപാടി കേട്ടോ. NYG പാടിയതിൽ ഏറ്റവും ഭയങ്കര ഒരു ഇത് റിലീസ് ആവണം തോന്നിയെന്ന്. ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം. கண்டவுடனுயிரில் கலந்தவளே, காதலிசை காதில் மொழிந்தவளே, கால் முளைத்த பூ போல் நடந்தவளே, காலை வரை மார்பில் அணைந்தவளே, உன்மடியில் சாய்ந்தால் போதுமே, பூமழையில் நெஞ்சம் மலருமே, உன்னருகில் வாழ்ந்தால் போதுமே, அதுவே சுகமே, கவலை விடுமே, சிகரம் தொடுமே, என் வைகை நதியே, மாய சிறகே, தேடும் பதில் சொல்வாயோ, ஜாமக்கிளியே எந்தன் அருகே, சாவும் வரை நில்வாயோ, வானம் கடலானாலும் நேரமிங்கு போனாலும், காற்றலைகளோய்ந்தாலும் நம்முறவு மாயாதே, பாசமலரே பாதி உயிரே, இந்த கதை തീരാതെ. എന്ത് രസല്ലേ, എന്ത് സ്നേഹം. ഞാൻ കളിക്കുന്ന എന്തൊരു സ്നേഹമുള്ള പാട്ടാണ്. പ്യുവർ ഫോം ഓഫ് ലവ് ആണ് ശരിക്കും. പക്ഷെ സിനിമയിൽ നമ്മള് കാണുന്നത് മൊത്തം ഇത്. പിന്നെ സിനിമ കണ്ടിട്ട് പിന്നെ ചിന്തിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ ആലോചിക്കും, സാവും വരെ നിൽവായോ എന്നൊക്കെ ചോദിക്കും, ചാവണ വരെ കൂടെ നിൽക്കുന്നൊക്കെ അതിനൊരു വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പോയി ചിന്തിക്കുമ്പോ റിയാലിറ്റി ഷോയിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അതുവരെ പോയ നമ്മളായിരിക്കില്ല, കുറെ ഗ്രൂമിംഗ് ഒക്കെ കിട്ടില്ലേ? അത് ശരിക്കും ശ്രീരാഗിൽ ഭയങ്കര ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ മറ്റേത് അതിനു മുന്നെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പാടുക, നമ്മൾ തന്നെ നമ്മളെ പറ്റി നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്തിട്ട് ഇത് പാടാമെന്ന് തീരുമാനിച്ചിട്ട് പോയിട്ട് ആ പാട്ടൊരു 10 പേരുടെ മുന്നിൽ പാടി കേൾപ്പിക്കുമ്പോൾ ഓരോരുത്തരുടെയും സജഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ അപ്പം നമുക്ക് വേറൊരാൾ ചെയ്യുമ്പോൾ ആ ഒരു സെൽഫ് അസസ്മെന്റിനേക്കാൾ കൂടുതൽ ഹെൽപ്ഫുള്ളാണത്. പക്ഷെ പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകളിൽ പോലും ഇപ്പോൾ ഒരുപക്ഷെ ക്ലാസിക്കലായിട്ട് പാത്രം പാടാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും മറ്റേ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഫോക്കാവും അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി അങ്ങനെ പല സാധനങ്ങളിലേക്ക് പോവില്ലേ, പല എക്സ്പീരിയൻസ് നടക്കില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ഒക്കെ അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് എടുക്കുക? അതെന്ന് പറയുമ്പോൾ
ഈ ഗ്രൂമിങ്ങിലൂടെ തന്നെ ചിലപ്പോൾ ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ പറയും, പാടുന്നത് ഒന്ന് ഓപ്പൺ ആയിട്ട് പാടാനൊക്കെ പറയും. അപ്പം നമ്മളത് ട്രൈ ചെയ്യും. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ വർക്ക് ആയിക്കൊള്ളുന്നില്ല. പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടി ഇത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ വന്ന് ഇത് നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ ഈ നാണവും ഇതും വെച്ചിട്ട് കാര്യമില്ല, നന്നായി അങ്ങ് അതിന്റെ സാധനങ്ങൾ കൊടുക്കല്ലേ നല്ലത്, ഇത് അവിടെ കെടുക്കും കാലാകാലം എന്ന് ഓർത്തിട്ട് ഞാൻ എങ്ങനെയാണ് എല്ലാവർക്കും ഇങ്ങനെ ഓർക്കണം, ഞാൻ ഇതൊരു റെക്കോർഡാണ്, ഇത് അവിടെ കെടുക്കുകയാണ്, എന്തിനാ ഇങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാണ്ടാവുന്നത്, അതിന് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അടുത്തേല് അങ്ങനെയാണ്. ഓരോ റൗണ്ട് കൂടുന്തോറും ഞാൻ ഇമ്പ്രൂവ് ആയത് അങ്ങനെയാണ്. ഇൻഹിബിഷൻ മാറ്റി വെക്കും. അതെ, മാറ്റി വെക്കും. ശരി. അപ്പോൾ ചോദിക്കട്ടെ, ഫസ്റ്റ് ഇപ്പോൾ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ശ്രീരാഗ് എന്നുള്ള ഒരു സിംഗറുടെ ഫസ്റ്റ് റെക്കോർഡിംഗ് മെമ്മറി എന്തായിരുന്നു? റെക്കോർഡിങ് എൻ്റെ മനസ്സിൽ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ തൊട്ട് ഇങ്ങനെ പാടി ഒക്കെ വരുമ്പോഴും വീട്ടിൽ പാടും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീടിൻ്റെ അവിടെ വടക്കാഞ്ചേരി ഭാഗത്താണ്, പാത്രമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മയുടെ വീട്. അപ്പോൾ അവിടെ അടുത്ത് എരുമപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അറിയാം. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു മാമൻ നമുക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യാം, അല്ല ഒരു കോമ്പറ്റീഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. കോമ്പറ്റീഷൻ ജോൺസൺ മാഷ്ടെ എന്തോ ഒരു മെമ്മറിയിൽ നടത്തുന്ന എന്തോ ഒരു റിമംബറൻസിൻ്റെ എന്തോ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് പാടി അയച്ചു കൊടുക്കണം. അതന്ന് CD-യിലാണ്. അപ്പോൾ എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, CD കുറച്ച് മുന്നേ തൊട്ടേ CD ഉണ്ടല്ലോ. അപ്പോൾ ഈ CD-യിൽ നമ്മളൊരു സ്റ്റുഡിയോ പോയിട്ട് ഞാൻ നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ട് ഞാൻ പാടി CD-യിൽ റൈറ്റ് ചെയ്തിട്ട് ആ CD നമ്മൾ അയച്ചു കൊടുത്താൽ അങ്ങനെ ഒരു മെമ്മറി. അത് അയച്ചു കൊടുത്തോ വീട്ടിൽ ഇട്ടോ അത് എനിക്ക് ക്ലിയർ അല്ല. എൻ്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് മെമ്മറി എന്ന് പറയുന്നത് എരുമപ്പെട്ടിയിലെ ആ ഒരു സ്റ്റുഡിയോയിലാണ്. അതൊക്കെ ഏത് പ്രായത്തിലായിരിക്കും? 3-ലോ 4-ലോ അത്രേ ഉള്ളൂ. അയ്യോ, ശരിക്കുള്ള പാട്ട് പാടിയവരുടെ അതല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ മുന്നിൽ പാടാൻ, നമുക്ക് അതേ പാട്ട് തന്നെ പാടാൻ ഒരു അവസരം കിട്ടുമ്പോൾ ആ ഒരു ഫീൽ എന്താ? ശരിക്കും നമുക്ക് ഉള്ളിലൊരു പേടിയാണോ, ഇവര് ജഡ്ജ് ചെയ്യോ, അതോ എന്താ അപ്പത്തെ ഒരു ഫീല് ഒരു കണ്ടസ്റ്റന്റ് ഒക്കെ ആയിരിക്കുമ്പോ? ആക്ച്വലി എനിക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് ചിത്ര ചേച്ചിയുടെ മുന്നിലൊക്കെ പാടുമ്പോൾ എന്താന്ന്. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ മനസ്സിൽ കുറച്ച് ഇതുണ്ട്. എനിക്ക് ഈ പാട്ട്, എനിക്ക് എൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളി. ഞാൻ വീട്ടിലാണെങ്കിലും ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പാടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഞാനായിരിക്കും. ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ സാധാരണ എല്ലാവരും പറയും, പാട്ടുകാർ പറയും എനിക്ക് എൻ്റെ റെക്കോർഡഡ് വോയിസ്, എനിക്ക് ചിലവർ യൂസ് ചെയ്യുന്ന ടെക്സ്ചർ ഇഷ്ടമല്ല കേട്ടോ. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ടോണ് വരുന്നത് അതുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ശബ്ദം ഞാൻ പാടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചില പാട്ടുകൾ എനിക്ക് ഉണ്ടാവും, ഇത് ഞാൻ പാടുന്നത് അടിപൊളിയാണെന്ന് എൻ്റെ മനസ്സിലുണ്ടാവും. ഞാനത് പുറത്ത് കാണിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവിടെ ഇപ്പോൾ കണ്ടസ്റ്റൻ്റ് ആയാലും ഏത് സ്റ്റേജിലാണെങ്കിലും എനിക്ക് അവിടെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ വേർഷൻ ഞാൻ പാടുന്നത് എനിക്ക് ചിത്ര ചേച്ചി കേൾപ്പിക്കാമല്ലോ. ഓക്കെ, ചിത്ര ചേച്ചിയാണ് അവിടെ ഇരിക്കുന്നത്, അങ്ങനെ അവസരം കിട്ടില്ല. ഞാൻ പാടുന്നത് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് പാടുന്നതെന്നുള്ള, അതെനിക്ക് ചിത്ര ചേച്ചിയെ കേൾപ്പിക്കാം എന്നുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ പാടുന്നത്. ചില പാട്ടൊക്കെ നമ്മൾ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ അങ്ങനെ കുത്തി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അത്യാവശ്യം മടിയുള്ള ആളാണ്. എനിക്ക് വർക്കാവാത്ത കുറേ പാട്ടുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ പല സാധനങ്ങളും പാടുമ്പോൾ അപ്പോൾ എനിക്ക് ടെൻഷൻ വരും. അപ്പോൾ വേറെ തന്നെ പരിപാടി, അയ്യോ ഇത് ശരിയായി പാടണമല്ലോ, ടെൻഷനൊക്കെ ഉണ്ടാവും. മറ്റേത് എനിക്ക് എൻ്റെ ഒരു വേർഷൻ ഇത് കേൾപ്പിക്കണം, ഞാൻ പാടുന്നത് കേൾപ്പിക്കാം എന്നുള്ള ഒരു, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ എൻ്റെ തെറ്റാറില്ല. കാരണം ഞാൻ വേറെ ഒന്നിനും കോൺഷ്യസ് ആവുന്നില്ല. തെറ്റാറില്ല ഇൻ ദ സെൻസ് മനുഷ്യനുണ്ടാവുന്ന തെറ്റുകൾ പറ്റും, വലിയ വലിയ കോൺഷ്യസ് ആവുന്നില്ല. അതുപോലെ വിദ്യാസാഗർ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മുന്നിലൊക്കെ പാടിയപ്പോ വിദ്യാജിയുടെ മുന്നിൽ എൻജീവനെ എന്നുള്ള പാട്ട് പാടി. വിദ്യാജി പറഞ്ഞു കേൾക്കുന്നവരെല്ലാം ഹൃദയത്തിൽ സ്പർശിച്ച പോലത്തെ ആലാപനം എന്ന് പറഞ്ഞു വിദ്യാജി. എനിക്ക് ഭയങ്കര കേൾക്കുമ്പോൾ സുഖം. എൻ ജീവനെ, അതൊരു രണ്ടൊരു പാടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നു കാണും വീണ്ടും വേഴാമ്പലായി കേഴുന്നു ഞാൻ, വേഴാമ്പലായി കേഴുന്നു ഞാൻ. തരരാര ദരരീര എൻ ജീവനേ
എങ്ങാണു നീ ആ അതിന്റെ ഫീമെയിൽ വേർഷൻ ആ പടത്തിൽ എന്തൊരു ഇമ്പാക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ പടത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതാണ്. സിംഗേഴ്സ് പൊതുവെ പാട്ടുകൾ ഒരുപാട് മറ്റുള്ളവരെ കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ ആയിരിക്കും അല്ലേ, കാരണം അതൊരു ലേണിംഗ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ശ്രീരാഗിന്റെ പ്ലേലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന പാട്ടുകൾ ഏകദേശം ആരുടെയൊക്കെ ആയിരിക്കും? ഏറ്റവും കൂടുതലുള്ളത് മെഹദി സാബാണ്. ഓക്കെ, ഗസൽസ്. പിന്നെ ജഗജിത് സിംഗ് ഇപ്പൊ സ്പോട്ടിഫൈ ആപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കേൾക്കും. പിന്നെ ഞാൻ വോക്കൽ മാത്രമല്ല അല്ലാതുള്ളത് കേൾക്കും. ഞാൻ സാക്സോഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാക്സോഫോൺ സോളോസ് കേൾക്കും. പിന്നെ സിനിമാ പാട്ടുകൾ, രാജാ സാറിന്റെ പാട്ടുകൾ, MSV പാട്ടുകൾ ഒക്കെ ധാരാളം കേൾക്കും. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് കടക്കാം. ശ്രീരാഗിന്റെ പ്ലേലിസ്റ്റ് എന്നുള്ളൊരു സെഗ്മെന്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? പറയും വേണം, പാട്ട് പാടും വേണം, വേണ്ടേ? ഇപ്പോൾ പാട്ടല്ലേ, പാട്ട് എന്ന് വെച്ചാൽ ഈ ഗസൽ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി മുന്നേ കേട്ടിട്ടുള്ളതാ, പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെഹദി സാബിൻ്റെ തൻഹ എന്ന് പറയുന്നൊരു ഗസലാണ്. അയ്യോ, എവിടെയും മുതിരാറില്ല മെഹദി സാബിൻ്റെ പാട്ടൊന്നും പാടും. ജസ്റ്റ് അറിയാൻ വേണ്ടി അങ്ങനെ. നമ്മളും ഇവിടെ ആരെക്കൊണ്ടും ഗസൽ പാടിച്ചിട്ടില്ല. ഞാൻ ഒരു ഗസൽ പാടുന്നു ഒന്നും കരുതണ്ട, ഞാൻ കേട്ട ഒരു സാധനം പാടുന്നു. തൻഹ मत सोचा कर, तन्हा मत सोचा कर, मर जाएगा मत सोचा कर, तन्हा मत सोचा कर. അങ്ങനെ ഒരു ഇതല്ല, ഒറിജിനൽ കേൾക്കണം. ഒരു സമാധാനം തരുന്ന പാട്ടല്ലേ? അതെ, സമാധാനം കെടുത്തും കുറച്ച്. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് സ്റ്റേജ് ഷോയിൽ പാടിയ പാട്ട് എവിടെ വേണമെങ്കിൽ, ഏറ്റവും ആദ്യം ഒരു സ്റ്റേജ് ഷോയിൽ പാടിയ ഒരു പാട്ട്. സ്റ്റേജ് ഷോയിൽ പാടിയത് അനുരാഗിണി ആയിരിക്കണം. അനുരാഗിണി, ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ. അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അതും ഫേവറേറ്റ് ട്രാക്കാണ്. ഇപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ചൊരു പാട്ട്, എല്ലാ പാട്ടും നമുക്ക് അങ്ങനെ അത്ര ഈസി ആയിട്ടൊന്നും പാടാൻ പറ്റില്ലല്ലോ, ഭയങ്കര കുറച്ച് കൂടുതൽ ഇരുന്ന് നന്നായി പണിഞ്ഞ് പഠിച്ചൊരു പാട്ട് ഏതാ? അതുകൊണ്ടാണെങ്കിൽ ഞാൻ ഫൈനലിന് രാമകഥ പാടി, പാടുകയും ചെയ്തു. ഫസ്റ്റ് ഒരു സംഗതി ഇങ്ങനെയുള്ള കുറേ ചെറിയ പിള്ളേരൊക്കെ അത് പാടിയിടുന്നുണ്ട്, എളുപ്പമല്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. എല്ലാവരും ഫ്രണ്ട്സൊക്കെ പറയും, അരവിന്ദുന്നുണ്ട്, ഗോകുലൊക്കെ പറയും. തലേ ദിവസം എന്നെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, മുഖമൊക്കെ വെള്ളറി. ഞാൻ ഇന്നേരെ അങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് പാടി കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ്. എനിക്ക് ടെൻഷൻ ഉണ്ടാവാറില്ല. ഞാൻ ഈ ടെൻഷൻ വരുന്ന സാഹചര്യങ്ങൾ സ്കിപ്പ് ചെയ്യും മനഃപൂർവ്വം. ഇപ്പം എനിക്കൊരു 4:30 ഒരു ടെൻഷനുള്ള പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലായിരിക്കും 6 മണിക്ക് ചായ കുടിക്കാൻ പോവാം. പിന്നെ എൻ്റെ മനസ്സിൽ ചായക്കുടിയായിരിക്കും. 4:30 എങ്ങനെയും കഴിയും. പിന്നെ 5 അവിടെ എന്ത് പറ്റി, ഞാൻ പാളിയോ തോറ്റോ ഇതൊന്നൊരു വിഷയമല്ല. അപ്പൊ അങ്ങനെ ഞാൻ മനഃപൂർവ്വം മനസ്സിനെ ഹാൻഡിൽ ചെയ്ത് പോകും. അത് പ്രശ്നമാണ്, ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആകുന്നില്ലെങ്കിൽ അത് അങ്ങനെയാണ്. ഈ പാടുന്ന ഇടയ്ക്ക് പാടുന്നുണ്ട് എന്നുള്ളത് സിംഗറിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, കേട്ടിരിക്കുന്ന വിവരമുള്ള ആൾക്കാർക്കും മനസ്സിലാവും. ചിലപ്പോൾ ഓഡിയൻസിന് അത് പോട്ടെ. പക്ഷെ നമ്മൾ ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റുണ്ട്, പാളുണ്ട് തോന്നുമ്പോൾ ശരിക്കും എന്താ അടുത്തത്, അതെങ്ങനെ പിന്നെ അടുത്ത ലൈനിൽ ട്രാക്കിലാക്കണം എന്നുള്ളൊരു ആവോ, അയ്യോ പോയല്ലോ, എന്താ പലരും പറയാറുണ്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാവും, പിന്നെ വേറെയൊക്കെ ആയിരിക്കുമെന്ന്. എനിക്ക് ഫസ്റ്റ് തന്നെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കംഫർട്ടബിളായി. പിന്നെ ഞാൻ അത് പോയി, ഇനിയൊന്നും വരാനില്ല.
കാരണം എനിക്ക് അവരെന്ത് ചിന്തിക്കും അങ്ങനെയൊന്നും ചിന്തയൊന്നുമില്ല എനിക്ക് ഈ സാധനം കയ്യിൽ നിന്ന് പോകരുതല്ലോ, പക്ഷേ മോശം അങ്ങനെ ഒരു ഇതാ. അത് ഫസ്റ്റേ പോയി. അപ്പൊ ഇനി അങ്ങോട്ട് നോക്കണ്ട, ഇനിയിപ്പോ ഒന്നും നോക്കാനൊന്നുമില്ല, ഇനിയിപ്പോ ബാക്കി പാട് വരിക. ഇതുവരെ പാടിയതിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടി, ഞാൻ പറഞ്ഞ ഈ കളങ്കാവൽ മൂവിയുടെ കാര്യമല്ല, അല്ലാതെ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ നീ ഇത് പാടിയുണ്ടല്ലോ വേറെ ലെവലാ ശ്രീരാഗെ എന്ന് പറയുന്ന ഒരു പാട്ട് ഏതാ? അങ്ങനെ ഈ സ്റ്റാർ സിംഗറിൽ വന്ന് പാടിയത് ദേവസംഗീതം എന്നുള്ള പാട്ട് പാടിയത്, ഗുരുവിലെ പാട്ട്, അതിന് നല്ല അപ്രിസിയേഷൻ കിട്ടി. പിന്നെ ശ്രീരാഗമോ പാടിയതിനും ഒക്കെ കിട്ടി. ദേവസംഗീതം നീയല്ലേ ദേവി വരൂ വരൂ, തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ, ആരുമില്ലാത്ത ജന്മങ്ങൾ തീരുമോ ദാഹമീ മണ്ണിൽ, നിന്നോർമ്മയിൽ ഞാനേകനായി, നിന്നോർമ്മയിൽ ഞാനേകനായി, തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ, ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ. എനിക്ക് ശ്രീരാഗിനോട് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്, കാരണം പാടുന്ന പാട്ടിലൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അത് പിക്ക് ചെയ്ത് പാടാൻ വേണ്ടി പറയണ പോലെ അവസ്ഥ ഉണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ശ്രീരാഗിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇയാൾ ഇടുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അടുത്ത മില്യൺ അടിക്കാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ റെഡ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഏതാ? അടുത്ത മില്യൺ അത് എന്തായാലും അടിക്കില്ലായിരിക്കാം, പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു കവർ ചെയ്യുന്നുണ്ട്. സന്തോഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗിറ്റാറിസ്റ്റ് ഉണ്ട്, സന്തോഷ് സാറ്. പുള്ളിയായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സന്തോഷ് സാറിൻ്റെ ഞാനിങ്ങനെ ഒരു സാർ, എനിക്കറിയില്ല പുള്ളി കവറിനൊക്കെ വായിക്കുമോ, എനിക്ക് അറിയില്ല. വായിച്ചിട്ടുണ്ട്, എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നമ്പർ ഒപ്പിച്ച് ഞാൻ നേരെ പുള്ളിക്ക് വാട്സാപ്പിൽ മെസ്സേജ്, എനിക്കിങ്ങനെ രണ്ടൊരു പാട്ടുണ്ട് സാർ, അത് കവർ ചെയ്യാൻ ഓക്കെ ആണോ? പുള്ളി ശ്രീരാഗ് ചെയ്യാം. പുള്ളി വായിച്ചെന്ന് പുള്ളി ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത്, അപ്പോൾ പുള്ളിയായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അതിൽ അത് ചെയ്തിട്ടുള്ളത്, ഗിറ്റാർ വായിച്ചിട്ടുള്ളതൊക്കെ. പണിപ്പുരയിലുള്ള സാധനം. പണിപ്പുരാന്നും പറയാൻ പറ്റില്ല, പുള്ളിയാണ് ഫുൾ പണിയെടുത്തിട്ടുള്ളത്, ഞാൻ വോക്കൽ പാടുന്നു മാത്രം. കളങ്കാവലിലെ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് നീ മലർകളിൽ താമര. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊന്ന് പാടും. നീ മലർകളിൽ താമரை അഴകിൽ അഴകിൻ ദേവதை, நீ மொழியில் செந்தமிழ் சிரித்தால் சிதறும் பைந்தமிழ், என் காரிருள் நீங்கிட அருகினில் வந்த பெண்ணிலாவே, புது கதையா வெறும் கனவா, யார் நீ யாரோ കൂരടി. ഞാൻ ഒന്ന് രണ്ട് മെമ്മറികൾ കുറച്ചൊരു വീഡിയോ കാണിക്കാം, അതിൻ്റെ ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഇതാരാ? ഞാൻ തന്നെ. ഞാൻ കളിക്കാനൊക്കെ പോയിട്ട് അവിടെ കളിക്കുന്നിടത്തുനിന്ന് ഞാൻ സൈക്കിളൊക്കെ ചവിട്ടി, നമ്മൾ കേശുവായിട്ടെന്ന് വിളിക്കും, നിതിൻ പ്രതാപൻ എന്നാണ് അപ്ലോഡ് ചെയ്തത്. പുള്ളി വീട്ടിൽ ക്യാമറയൊക്കെ ഉണ്ട്. ഞാൻ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന പുള്ളി വിളിച്ചു, ടെറസിൻ്റെ മേലെ കയറി പാട്ട് പാടി, പുള്ളി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിട്ടു. അത്രേ ഉള്ളൂ. അതുപോലെ അടുത്തൊരു മെമ്മറിയേ, പേടിക്കണ്ട. അയ്യോ, എന്ത് രസാരെ. ഞാൻ എന്ത് രസമായിട്ടാ പാടിക്കുന്നല്ലേ. ചിലതൊക്കെ അങ്ങനെ തോന്നും. അങ്ങനെ തോന്നിയോ ഈ പാട്ട് പാടിയപ്പോ? ഈ പാട്ട് പാടിയപ്പോ തോന്നി. കേൾക്കണം, ഞങ്ങൾക്കും തോന്നി. ചിത്ര ചേച്ചിയുടെ കൂടെ പാടുന്നു എന്നുള്ളത് അതിന് ശേഷമൊക്കെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഞെട്ടുന്നത്, മറ്റേ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരാളല്ലാത്തതുകൊണ്ട്
അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്തത്. ചിത്ര ചേച്ചൻ്റെ കൂടെ പാടിയത് KS ചിത്ര എന്ന് പറയുന്ന ഒരാളാണ്, അതും പുള്ളിക്കാരിയുടെ ലൈവിനാണ് എന്നങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര. ഫസ്റ്റ് പാടിയത് ഗുരുവായൂരപ്പ എന്നുള്ള സോങ്ങാണ്. അതെന്ന് പറഞ്ഞാൽ അതെ ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ കോളേജിൽ നിന്ന് ജെറോം എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ജെറോമിൻ്റെ കാറിലാണ് പോവുക. ഞാൻ, ജെറോം, ജുബിൻ, അഭിജാദ് ഞങ്ങൾ പോകുമ്പോൾ സംസാരിക്കൊന്നുമില്ല. വേറെ ആരെങ്കിലും നമ്മുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇത് യൂണിവേഴ്സ് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ക്ലാസ്സിൽ നിന്ന് കുളിച്ച് കുരയൊക്കെ തൊട്ട് ഫുൾ തേച്ച് വരയൊക്കെ ഇട്ട് വണ്ടി കയറി ഇരുന്നാൽ പിന്നെ പാട്ട് ഓണാവും, പിന്നെ പോവാണ്. പിന്നെ കോളേജ് എത്തുമ്പോൾ പാട്ട് ഓഫ് ആവും. ക്ലാസ്സിൽ സംസാരമില്ല. അതിൽ ഫോൺ വരുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യും. അങ്ങനെ ഇല്ല, മറ്റാള് നോക്കും എന്നുള്ള പേടി. അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഞങ്ങളുടെ. അപ്പോൾ ആ പോക്കിൽ ഇടുന്ന അതും നല്ല വോളിയത്തിലിടുക. നമ്മളതിന് പുതിയൊരാൾ വന്ന് കയറി അങ്ങനെ ആരും കയറാറുമില്ല, നമ്മൾ കയറ്റാറുമില്ല. അതെ, അതായത് ഫസ്റ്റ് തന്നെ ചെവി ചിലപ്പോൾ അടിച്ചു പോകും. കാരണം നമ്മളതിൽ സെറ്റായി എപ്പോഴും ഇതാണ്. അപ്പോൾ നമുക്ക് ആ മിനിമം ഒരു വോളിയം ഒക്കെ വേണം. അങ്ങനെ കേൾക്കുന്നൊരു പാട്ടാണ് ഗുരുവായൂരപ്പയൊക്കെ. അതിൻ്റെ ആ ബേസ് ലൈനിൻ്റെ ലൂപ്പിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പെട്ടിട്ടിങ്ങനെ പിന്നെ കോളേജിൽ എത്തുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടൊക്കെയാണ്. അപ്പോൾ ഞാനത് ചിത്ര ചേച്ചിയുടെ കൂടെ അന്ന് ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ സ്റ്റേജ് ഷോ ചെയ്യണമെന്നൊന്നും ചിന്തിക്കാത്ത, LLB കഴിഞ്ഞ് ജോലിക്ക് പോകണമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ അന്ന് കേട്ട ആ പാട്ട് അതിന് പാടിയ ഒറിജിനൽ സിംഗറിൻ്റെ കൂടെ ഞാൻ പാടി എന്ന് പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ അതൊരു മാജിക്കൽ എന്തോ ഒരു സാധനം തോന്നും. ഈ അമ്പലപ്പുഴയുടെ ഓർമ്മയിലും അത് നന്നായിട്ട് പാടിയതിന്റെ. അതെ, അമ്പലപ്പുഴ ഇങ്ങനെ നമ്മൾ പാടുമോ ഇല്ലയെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. റിഹേഴ്സലിനെ നോക്കിയിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ലിസ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ ഇത് പാടാം അപ്പോൾ പാടി. ചിത്രേച്ച അതിൽ ആ ഒരു ഹമ്മിങ് പാടും. അങ്ങനെ ഒരു ഹമ്മിങ് ഉണ്ട് ചിത്രേച്ച. അത് പാടുന്ന സമയത്ത് ഞാനിങ്ങനെ അയ്യോ ഫുൾ ദീപാരാധന തുടങ്ങി, ഫുൾ വെളിച്ചൊക്കെ കത്തിച്ച് ഭയങ്കര. അതുപോലെ നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ബാൻഡ് ഉണ്ടല്ലോ നിങ്ങളുടെ ഗന്ധർവാസ് എന്നുള്ള ബാൻഡിനെ കുറിച്ച് പറയൂ, അതിനെപ്പറ്റി അറിയാത്തവർക്ക്. അത് ഞങ്ങള് എല്ലാവരും തൃശ്ശൂർക്കാരാണ്. എനിക്ക് ഇതിനു മുന്നേ ഞാൻ കോളേജിൽ വരുന്നതിനൊക്കെ മുന്നേ അറിയാം. ഞങ്ങളൊരുമിച്ച് പണ്ടും വെഡ്ഡിങ് പരിപാടികൾക്കും ബാൻഡ് കോമ്പറ്റീഷൻസിനും ഒക്കെ പോവുക, പെർഫോം ചെയ്യുക, അങ്ങനെയൊക്കെ ഒറിജിനൽസൊക്കെ ഇറക്കി അങ്ങനെയൊക്കെ പോവായിരുന്നു. ഇപ്പോഴും പരിപാടികളൊക്കെ ചെയ്തു പോകുന്നു. അങ്ങനെ അത് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്തതാണല്ലേ? അതെ, ഇത് ആക്ച്വലി ഞാൻ ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഞാനില്ല. അതായത് അവര് ഹരി, അനന്തു, സൂരജ്, അങ്ങനെ കുറച്ച് പേര്, അയ്യോ അപ്പം ഉണ്ടായിരുന്നവരെ പറ്റി ആലോചിച്ചിട്ടേ അങ്ങനെ ഇതായത് കേട്ടോ. അപ്പോൾ ഹരിയും അനന്തേട്ടനും ഒക്കെ കൂടിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ഒരു സ്കൂളിലൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ പാട്ട് പാടാനായിട്ട് എത്തിപ്പെടുന്നത്. പിന്നെ നമ്മളൊരു ഫ്രണ്ട് സർക്കിളായി അങ്ങനെ. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാ താമസം. അതില് ഒരു സെഗ്മെന്റ് ഇല്ലേ, ഒരു രസം പറഞ്ഞിട്ടില്ല, അത് രസമല്ലേ? ശരിക്കും രസമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുന്നു, അതിനെ കുറിച്ച് പറയാം. എന്തുകൊണ്ട് അങ്ങനെ ഒരു സെഗ്മെന്റ് കൊണ്ടുവരാൻ തീരുമാനിക്കാൻ കാരണം? അത് ആക്ച്വലി എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ഉണ്ടാവുമായിരിക്കും. സംഭവം ബേസിക്കലി എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോൾ കുറേ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഇതിൽ എൻ്റെ സംസാരം എന്തോ ഒന്നെങ്കിൽ ഭയങ്കര പ്രശ്നം, അല്ലെങ്കിൽ എന്തോ ഇഷ്ടം, എന്തോ ഒരു സാധനം കിട്ടി. അപ്പം എന്നാൽ സംസാരിക്കാമെന്നായി. സംസാരം മാത്രമല്ല പാട്ടും ഒക്കെ കൂടിയിട്ട്. അപ്പം നമ്മൾ കൂടെ നമ്മൾ ഇപ്പോഴും ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയും കൂടെ ഒരു പരിപാടി, ചുമ്മാ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ കളങ്കാവലിലെ പാട്ടോട് കൂടി തന്നെ നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. അന്തിമാലൈ ട്രാക്ക്. அந்திமாலை காற்று கனவினில் காதல் கீதம் பாடும் ஏனோ, வண்ண ரோஜா பூக்கள் யாவும் வாசம் வீசும் ஏனோ, அன்பே உந்தன் ஞாபகம் நெஞ்சை அள்ளிப் போனதோ, வாழ்வோ இந்த வாழ்வே சாவோ தாங்கா துன்பம் தீரா.